ഹരികൃഷ്ണ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ദേവിയുടെ 34-ാമത്തെ നാമമായ നാഭാലവാല രോമാളി ലതാഫലകുജദ്വയി. നാഭി എന്നാൽ പൊക്കിൾ ചുഴി, ആലവാളം എന്നാൽ ചെടിയുടെ ചുവട്ടിൽ വെള്ളം നിർത്താൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തടം. രോമാളി എന്നാൽ രോമരാജിയാകുന്ന വയറിന് നടുവിലുള്ള നേർത്ത രോമവര. ലത എന്നാൽ വള്ളിച്ചെടി. കുജദ്വയി 2 സ്തനങ്ങൾ. ദേവിയുടെ നാഭിയാകുന്ന തടത്തിൽ നിന്നും മുളച്ചുയരുന്ന രോമരാജിയാകുന്ന വള്ളിയിൽ ഉണ്ടായ 2 ഫലങ്ങളാണ് ദേവിയുടെ സ്തനങ്ങൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ദേവിയുടെ പൊക്കിൾ മുതൽ സ്തനങ്ങൾ വരെയുള്ള മനോഹരമായ ശരീരഭാഗങ്ങളെ വള്ളിച്ചെടിയായും അതിന് വെള്ളമൊഴിക്കാനുള്ള തടമായും അതിൽ നിന്നുണ്ടാകുന്ന കായ്കളായും വളരെ മനോഹരമായി ഇതിൽ വിവരിച്ചിരിക്കുന്നു. സൗന്ദര്യലഹരിയിൽ ആദി ശങ്കരാചാര്യരും ദേവിയുടെ നാഭിയെയും രോമരാജിയെയും സമാനമായ രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.